എല്ലാവർക്കും നമസ്കാരം. So today we are going to discuss about a new topic. The topic is chemical equation. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വേഷൻ എന്നതാണ്. ഐ തിങ്ക് ഓൾ ഓഫ് യു ഹാവ് ദ ഐഡിയാസ് അബൌട്ട് അവർ പ്രീവിയസ് ക്ലാസ്. നമ്മുടെ മുന്നേയുള്ള ക്ലാസ്സുകളിലെ പറഞ്ഞ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. സോ ടുഡേ അവർ ന്യൂ ടോപ്പിക് is chemical equation. Okay, so our topic name is chemical equation. Chemical equation. So we all have one idea related to the concept chemical reaction. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് എന്താണ് chemical reaction എന്ന്. So in this chemical equation we need to express the chemical reactions in shorthand form. Okay, we need to express the chemical reactions in shorthand form with the help of symbols of reactants and molecules. Okay, so നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷനിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ മുന്നേ പഠിച്ചൊരു കൺസെപ്റ്റ് കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? വളരെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് വളരെ ചെറിയ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. അതിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എന്തായിട്ട് ഒരു ഷോർട്ട് ഹാൻഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ടാണ് പറയാം. ഫോർ എക്സാമ്പിൾ ഫോർമേഷൻ ഓഫ് വാട്ടർ. അപ്പൊ നമുക്കറിയാം ഫോർമേഷൻ ഓഫ് വാട്ടറിൽ ഏതൊക്കെയാ റിയാക്ടൻസ് എന്ന് പറയുന്നത്? ഹൈഡ്രജനും ഓക്സിജനും. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയുന്നത്? ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ ഓക്സിജനുമായി കൂടി ചേർന്നിട്ട് വാട്ടർ ഫോം ചെയ്യുന്നു. അത് എന്തിനൊരു എക്സാമ്പിൾ ആണ്? കെമിക്കൽ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ആണ്. കാരണം അവിടെ എന്താണ്? സ്റ്റേറ്റിൽ എന്തുണ്ട്? ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് പറഞ്ഞിരുന്നു. അപ്പൊ ഈ വാട്ടർ ഫോർമേഷനകത്ത് രണ്ട് ഗേഷ്യസ് റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്നത് ഒരു ലിക്വിഡ് ഫോമിലുള്ള പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് എന്തായിരുന്നു അത്? അതൊരു കെമിക്കൽ റിയാക്ഷൻ ആയിരുന്നു. ഈ കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എന്ത് ചെയ്യണം? ഷോർട്ട് ഹാൻഡ് ഫോമിലേക്ക് വളരെ ചെറിയൊരു ഫോമാറ്റിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്ത് എഴുതണം. അതാണ് എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതുകയാണ് ഹൈഡ്രജൻ. അപ്പൊ നമ്മൾ എഴുതുകയാണ് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. ഓക്കെ, നമ്മൾ എഴുതുന്നു ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. അപ്പൊ നമ്മളിവിടെ വലുതായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അല്ല, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. ഹൈഡ്രജൻ ഓക്സിജൻ കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? വാട്ടർ ഫോം ചെയ്യുന്നു. അതാണ് എന്ത്? ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഷോർട്ട് ഹാൻഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിന് നമ്മൾ എന്താന്ന് പറയുന്നു? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നു. അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും സിംബൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും സിംബൽസ് ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? കെമിക്കൽ ഇക്വേഷനിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷനെ ഷോർട്ട് ഹാൻഡ് ഫോമിലോട്ട് എഴുതുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും സിംബൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഒരു കെമിക്കൽ ഇക്വേഷനെ 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു കെമിക്കൽ ഇക്വേഷനെ നമുക്ക് എങ്ങനെ 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ എന്താന്ന് പറയുന്നു? ഈ കെമിക്കൽ ഇക്വേഷനെ ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വേർഡ് ഇക്വേഷൻ. ഫസ്റ്റ് വൺ എന്താണ്? വേർഡ് ഇക്വേഷൻ. ഓക്കെ, വേർഡ് ഇക്വേഷൻ. അപ്പൊ ഞാൻ ഈ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ, അതായത് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ എന്ന് പറഞ്ഞ എന്തിന് എക്സാമ്പിൾ ആണെന്നറിയാവോ? വേർഡ് ഇക്വേഷന് എക്സാമ്പിൾ ആണ്. അപ്പം ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു വേർഡ് ഇക്വേഷൻ ആണ്. അപ്പം നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ആണ് എന്ത്? വേർഡ് ഇക്വേഷൻ. സെക്കൻഡ് രീതിയെ പറയുന്ന പേരാണ് സ്കെലിറ്റൽ മെത്തേഡ്. അതിനെ പറയുന്ന പേര് എന്താണ്? സ്കെലിറ്റൽ മെത്തേഡ്. സ്കെലിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും സിമ്പിൾ ആയിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ റിയാക്ടൻസ് ഏതൊക്കെയാ? ഹൈഡ്രജനും ഓക്സിജനും. അപ്പൊ ഹൈഡ്രജന്റെ സിമ്പിൾ എന്തായിരുന്നു? H. ഓക്കെ, H2.
പ്ലസ് അടുത്ത റിയാക്ടന്റ് ഏതാണ്? ഓക്സിജൻ. സോ O2 ഗീവ്സ് നമ്മുടെ പ്രോഡക്റ്റ് എന്തുവാ? വാട്ടർ. വാട്ടറിന്റെ ഫോർമുല എന്തായിരുന്നു? H2O. ഓക്കെ, H2O. ഇതാണ് എന്ത്? നമ്മുടെ സ്കെലിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് ഇവിടുത്തെ സ്കെലിറ്റൽ മെത്തേഡ്. അപ്പം വേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും പേര് നമ്മൾ അതുപോലെ എഴുതുന്നതാണ് എന്ത്? വേർഡ് ഇക്വേഷൻ. അതിന്റെ സിമ്പിൾസിന്റെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തായി മാറി? അതൊരു സ്കെലിറ്റൽ ഇക്വേഷൻ ആയിട്ട് മാറി. ഇനി തേർഡ് വൺ ആണ് എന്ത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നമുക്ക് തേർഡ് വൺ ആണ് എന്ത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് റിയാക്ടൻസിന്റെ എണ്ണവും പ്രോഡക്ട്സിന്റെ എണ്ണവും എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് എന്ത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയേ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. നമുക്ക് പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. പക്ഷേ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. പക്ഷേ പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് എത്ര ഓക്സിജനേ ഉള്ളൂ? 1 ഓക്സിജനേ ഉള്ളൂ. പക്ഷെ അതപ്പം ബാലൻസ്ഡ് ആണോ? റിയാക്ടന്റ് സൈഡിൽ 2ഉം പ്രോഡക്റ്റ് സൈഡിലും 1 ഉള്ളൂ. അപ്പൊ ആ ഇക്വേഷൻ എന്തല്ല? ബാലൻസ്ഡ് അല്ല. അപ്പൊ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ആക്കി മാറ്റണം. അപ്പൊ ഇതിന്റെ ബാലൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത് 2H2 plus O2 gives 2H2O. 2H2O. ഇനി നമുക്ക് ആ എണ്ണ ഒന്ന് എടുത്തു നോക്കാം. എത്ര ഹൈഡ്രജൻ ഉണ്ട് റിയാക്ടന്റ് സൈഡില്? നോക്കിയേ, 2. ഇവിടെ നോക്കാം, ഈ 2 കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കണം. അപ്പോഴാണ് അതിന്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം 2 into 2 എത്ര ഹൈഡ്രജൻ ഉണ്ട് നമുക്ക് റിയാക്ടന്റ് സൈഡില്? 4. എത്ര ഓക്സിജൻ ഉണ്ട്? 2. ഇവിടെ നോക്കാം, 2 into 2 എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4. അതേപോലെ 2 into 1 എത്ര ഓക്സിജൻ ഉണ്ട്? 2. അപ്പൊ നമുക്ക് റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും എണ്ണം എന്തായിട്ട് കിട്ടി? ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വേഷൻ എന്നൊരു രീതിയായിരുന്നു, അല്ലെങ്കിൽ കെമിക്കൽ ഇക്വേഷൻ എന്താണ് എന്ന്. അപ്പം ഷോർട്ട് ഹാൻഡ് റെപ്രസെന്റേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആർ നോൺ ആസ് കെമിക്കൽ ഇക്വേഷൻസ്. ഇൻ ദാറ്റ് മെത്തേഡ് വി ആർ യൂസിങ് ദ സിംബൽസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഓക്കെ, അപ്പൊ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷന്റെ ഷോർട്ട് ഹാൻഡ് ഫോമിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെ അത് എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും സിംബൽസ് ആയിരിക്കും നമ്മളവിടെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. അപ്പം 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് വേർഡ് ഇക്വേഷൻ. സെക്കൻഡ് വൺ എന്താണ്? സ്കെലിറ്റൽ ഇക്വേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പം വേർഡ് എന്ന് പറഞ്ഞാൽ എന്ത്? റിയാക്ടൻസിന്റെ പേര് മാത്രം എഴുതി നമ്മൾ അത് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്? വേർഡ് ഇക്വേഷൻ. റിയാക്ടൻസിന്റെ മാത്രമല്ല, റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും പേര് അതുപോലെ എഴുതുന്നതാണ് എന്ത്? വേർഡ് ഇക്വേഷൻ. എന്നാൽ ഈ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും സിംബൽസ് ഉപയോഗിച്ചിട്ട് അതങ്ങോട്ട് എഴുതുമ്പോഴത്തേക്ക് അത് എന്തായി മാറി? സ്കെലിറ്റൽ മെത്തേഡ് അല്ലെങ്കിൽ സ്കെലിറ്റൽ ഇക്വേഷൻ ആയിട്ട് മാറി. ഇനി അടുത്താണ് എന്ത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്കെലിറ്റൽ ഇക്വേഷനിൽ നമ്മൾ എഴുതിയ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും എണ്ണം 2 സൈഡിലും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെ മാറ്റി എഴുതുന്നതാണ് എന്ത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ today's our concept, otherwise our topic is chemical equation. I think all of you got the idea about this topic. If you have any doubts you can ask me. So എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് എന്ത് ചെയ്യാം? ചോദിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇത് നമ്മുടെ 3rd ക്ലാസ് ആണ്. എല്ലാവരും കൃത്യമായി പഠിച്ചു പോകുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. അപ്പം താങ്ക് യു. വീണ്ടും അടുത്തൊരു കൺസെപ്റ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.